പേഴ്സി തങ്കം കൊണ്ടുള്ള ആ സിംഹാസനത്തിൽ ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് അവന്റെ കാലുകൾ പതുക്കെ സ്വർണമായി മാറാൻ തുടങ്ങി. അത് കണ്ട് പരിഭ്രാന്തയായ അനബത്ത് അവനോട് വേഗം എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ കസേര ശപിക്കപ്പെട്ടതായിരുന്നു. അതിലൊരിക്കലിരുന്നാൽ പിന്നെ ആർക്കും അവിടെ നിന്ന് എഴുന്നേറ്റു പോകാൻ കഴിയില്ലായിരുന്നു. പേഴ്സി പൂർണ്ണമായും ഒരു സ്വർണ്ണപ്രതിമയായി മാറിയ നിമിഷം അവന്റെ കൈകളിൽ നിന്നും ആ പരിച ഷീൽഡ് താഴേക്ക് വീണു. ആ പരിചയമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനു പകരം സിംഹാസനത്തിന്റെ ആ രഹസ്യ മെക്കാനിസം തകർത്ത് അവനെ രക്ഷിക്കാനാണ് അനബത്ത് ആഗ്രഹിച്ചത്. കൃത്യം ആ സമയത്ത് അഗ്നിദേവനായ വുൾക്കൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം തന്റെ വിസിൽ മുഴക്കിയതും പെട്ടെന്ന് മുകളിലേക്ക് ഒരു ഗോവണി ഉയർന്നുവന്നു. ആ പരിചയമെടുത്ത് ഗോവണി വഴി പുറത്തു കടന്നാൽ അനബത്തിന് ഏറ്റവും ഉയർന്ന ബഹുമതി ലഭിക്കുമായിരുന്നു. എന്നാൽ പേഴ്സിയെ രക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവൾ. തന്റെ കൂട്ടുകാരിക്കുവേണ്ടി പേഴ്സി നടത്തിയ ആത്മത്യാഗവും അവനെ രക്ഷിക്കാനുള്ള അനബത്തിന്റെ ദൃഢനിശ്ചയവും അഗ്നിദേവനെ ഏറെ ആകർഷിച്ചു. വുൾക്കൻ വീണ്ടും തന്റെ വിസിൽ മുഴക്കി. പെട്ടെന്ന് തന്നെ പേഴ്സിയുടെ ശരീരത്തിലെ സ്വർണ്ണനിറം അപ്രത്യക്ഷമാവുകയും ആ സ്വർണ്ണസിംഹാസനത്തിന്റെ ശാപം നീങ്ങുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ ശാപം അഗ്നിദേവൻ ഒരുക്കിയ ഒരു പരീക്ഷണം മാത്രമായിരുന്നു. പരസ്പരം വിശ്വസ്തരായിരിക്കുക എന്നതു മാത്രമായിരുന്നു ആ പരീക്ഷണം ജയിക്കാനുള്ള ഒരേയൊരു വഴി. അതിനുശേഷം അവർ ആ പരിചകൾ യുദ്ധദേവനായ ഏറസ് കൈമാറി. ഏറസ് അവർക്കായി ഒരു ട്രക്ക് തയ്യാറാക്കി നൽകുകയും അവരുടെ പുതിയ സാഹസിക യാത്രയ്ക്ക് നേരിട്ട് തന്നെ